വളരെയധികം പോഷകസമൃദ്ധമായൊരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് എള്ളുണ്ട. എള്ളിൻ്റെ ഗുണങ്ങൾ പറഞ്ഞാലും തീരാത്തതാണ്. പ്രത്യേകിച്ച് 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് അത്യാവശ്യം കാൽഷ്യവും ഹോർമോൺ പ്രൊഡക്ഷനും എല്ലാം സഹായിക്കുന്ന ഒന്നാണ് എള്ള്. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ദിവസവും 1 ടീസ്പൂൺ എള്ളെങ്കിലും ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അത് നമ്മൾ എള്ളുണ്ടയുടെ രൂപത്തിലാണെങ്കിൽ ഒരെണ്ണം എടുത്തും കഴിച്ചാൽ മതിയല്ലോ. ഞാനിവിടെ ഒരു 200 ഗ്രാം എള്ള് 2-3 വെള്ളത്തിൽ കഴുകിയതിന് ശേഷം അരിപ്പിൽ വെള്ളമൊക്കെ വാർന്നെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിൽ നിരത്തി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിലേക്ക് 200 ഗ്രാം എള്ളിന് ഒരു 1/4 കപ്പ് തേങ്ങ ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ വറ്റിച്ചൊരു 4-5 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ആകാൻ തുടങ്ങുന്ന ആ പരുവത്തിൽ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം അതേ കടായി അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ഈ എള്ള് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എള്ള് ഒരു മീഡിയം ഫ്ലെയിമിൽ ചെറുതായിട്ടൊന്ന് പൊട്ടാൻ തുടങ്ങുന്നതാണ് അതിൻ്റെ പരുവം. ഇടയ്ക്ക് നമുക്ക് അതിലേക്ക് ഞാനിപ്പോൾ ഒരു കുറച്ച് കാഷ്യൂസാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പൊരികടല ഇടണമെന്നുണ്ടെങ്കിൽ പൊരികടല ഇടാം. അതും കൂടെ ഇട്ടിട്ട് ഒന്ന് പൊട്ടാൻ തുടങ്ങുന്ന പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ആ എള്ളെടുത്ത് മാറ്റി വയ്ക്കാം. അതാണ് ആ എള്ളിൻ്റെ പരുവം. അപ്പോൾ നമ്മൾ കഴിച്ച് നോക്കുമ്പോഴത്തേക്ക് ആ എള്ളിൽ ഒരു ക്രിസ്പിനെസ് ഉണ്ടാവും. ഈ സമയത്ത് നമുക്ക് എള്ളെടുത്ത് മാറ്റി വയ്ക്കാം. നമ്മൾ മൂപ്പിച്ച് വെച്ചിരുന്ന ആ തേങ്ങയിൽ അത് മിക്സിയിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം അത് ആ എള്ളിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് ആ അണ്ടിപ്പരിപ്പൊക്കെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാത്രം അടുപ്പിലോട്ട് വെച്ചതിന് ശേഷം 200 ഗ്രാം എള്ളിന് അല്പം തേങ്ങയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 150 ഗ്രാം ശർക്കര എടുത്തിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് ഒന്ന് അലിയിച്ചതിന് ശേഷം അതൊന്ന് അരിച്ചെടുത്ത് നമ്മൾ എള്ള് വറുത്ത് ആ കടായിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ ശർക്കരയൊക്കെ ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ ഒരു നൂൽ പരുവത്തിന് മുമ്പ് ഈ പരുവാകുന്ന സമയത്ത് നമുക്ക് ആ എള്ളൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരുന്നത് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 2 മിനിറ്റും കൂടെ തീയിൽ വെച്ച് ഒന്ന് കട്ടിയാക്കി മാറ്റി വയ്ക്കാം. ഇനി ആ നല്ല ചൂടൊക്കെ ഒന്ന് മാറി കൈകളിൽ പിടിക്കാൻ പറ്റുന്ന ചൂടുള്ള പരുവത്തിന് നമുക്ക് ബോൾസാക്കി ഉരുട്ടിയെടുത്ത് മാറ്റി വയ്ക്കാം. നല്ല പോഷക സമൃദ്ധമായ ഒന്നാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.